പോലീസ് അതിക്രമങ്ങളുടെ കഥ ഇപ്പോൾ തുടർക്കഥയാവുകയാണ്. അത്തരത്തിലൊരു സംഭവമാണ് തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുൻ SI PM രതീഷിനെതിരെ വീണ്ടും മർദ്ദന ആരോപണം. കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചതായി ആരോപിച്ച് സർക്കാർ ജീവനക്കാരനായ അസറാണ് രംഗത്ത് എത്തിയത്. തൃശൂർ വെള്ളാനിക്കര സ്വദേശിയായ അസറിനെ 2018 രതീഷ് മണ്ണുത്തി SI ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. സാനു കെ സജീവാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുക. സാനു, എന്താണ് ഈ അസർ ചൂണ്ടിക്കാട്ടുന്ന പരാതി? രാഖി, എന്തായാലും സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ പോലീസുകാരുടെ ക്രൂരമർദ്ദനത്തിന് ഇരയാവുന്നു, പോലീസുകാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഹസ്കറിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. 2018 നവംബർ 7-നാണ് ഈ സംഭവം നടക്കുന്നത്. ഹസ്കർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അയൽവാസിയുമായിട്ട് അതിരുതർക്കമുണ്ടാകുന്നു. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ചെല്ലുന്നു. തുടർന്ന് ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി, ചോദിച്ചറിയുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു. ഈ വിളിച്ചു വരുത്തുന്ന സമയത്തും ഇദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന ആളാണെന്നും ഒക്കെ കൃത്യമായിട്ട് ഈ SI ആയിരുന്ന രതീഷിന് അറിവുള്ളതാണ്. രതീഷിന് ഈ വിവരം കൃത്യമായിട്ട് അറിയുന്നതുമാണ്. PG സ്റ്റേഷനിൽ SI ആയിട്ട് ജോലി ചെയ്യുകയാണ്. നിലവിൽ രതീഷ് എറണാകുളം കടവന്ത്ര സ്റ്റേഷനിലെ SHO ആണ്. ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ ഇവിടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി, ആരായുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുകയും തുടർന്ന് മർദ്ദനം അഴിച്ചു വിടുകയുമായിരുന്നു. രതീഷിനൊപ്പം മറ്റൊരു പോലീസുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് അസ്കർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു മർദ്ദനമാണ് അസ്കറിനെ ഏൽക്കേണ്ടി വരുന്നത്. കാലിന്റെ വെള്ളയിലടക്കം വലിയ രീതിയിൽ ലാത്തി കൊണ്ടടിച്ചു, ചൂരൽ കൊണ്ടടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാന കാരണമായിട്ട് ഈ വെളിപ്പെടുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടും ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ടുള്ള കാരണം ഇത്തരം വാർത്തകൾ പതിവായിട്ട് തൃശ്ശൂരിൽ നിന്നും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതെന്ന് അറിയിച്ചുകൊണ്ടാണ് ഈ അസ്കർ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ഇത് വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തതോടുകൂടി ഹസ്കറിന് മാധ്യമങ്ങളെ കാണുന്നതിന് വിലക്കും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തഹസിൽദാരാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് എന്തായാലും ഇത്തരം ആരോപണം സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുമ്പോഴാണ് ഈ ഒരു വിലക്ക്. മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ ഹസ്കർ. എന്തായാലും ഹസ്കറിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹസ്കർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വലിയ വിവാദമായിട്ട് ഒരു ഭാഗത്ത് മാറുന്നതിനിടയിലാണ് മാധ്യമ വിലക്കും വന്നിട്ടുള്ളത്. രാഖി, എന്തായാലും തൃശ്ശൂരിൽ നിന്നാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി ആരോപണം ഉയരുന്നത്. മുൻ SI PM രതീഷിനെതിരെയാണ് മർദ്ദന ആരോപണം ഉയർന്നത്. കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചു എന്നാരോപിച്ച് സർക്കാർ ജീവനക്കാരനായ അസറാണ് രംഗത്ത് എത്തിയത്. ഈ തൃശൂർ വെള്ളാനിക്കര സ്വദേശിയാണ് ഈ അസർ. ഇദ്ദേഹം 2018 രതീഷ് മണ്ണുത്തി SI ആയിരിക്കെ അദ്ദേഹത്തിൽ നിന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന പരാതിയാണ് ഉയർത്തുന്നത്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.